ടെലിഗ്രാമിന്റെ സിഇഒ ഫൈനൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം രക്ഷപ്പെടുമോ? എവിടുന്ന് നിങ്ങൾക്ക് ടെക് ഇഷ്ടമാണോ എന്നാൽ ഫോളോ ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കണ്ട. സിഇഒ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ടും ടെലിഗ്രാമിന്റെ കാര്യത്തിൽ വലിയ രക്ഷയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് മാത്രമല്ല ടെലിഗ്രാമിന്റെ ഇഷ്യൂ. സത്യം പറഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റീസ്, പിന്നെ ചൈൽഡ് ഫോണോഗ്രാഫി കൂടുതൽ അതിനകത്തൂടെ സ്പ്രെഡ് ആകുന്നു, തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ടെലിഗ്രാമിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ടും ഈ ടെലിഗ്രാം ഇപ്പം ഇത്ര രാജ്യങ്ങളിൽ ഈ ബാൻ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ നിൽക്കുന്നത്, ഇൻക്ലൂഡ് നമ്മുടെ ഇന്ത്യ വരെ. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ടെലിഗ്രാം പ്രവർത്തിക്കുന്നത് M2M എൻക്രിപ്റ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പോൾ രണ്ടുപേര് ചാറ്റ് ചെയ്യുവാണെങ്കിൽ ഇടയിൽ ഒരാൾ ഇത് ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് പോലും ഇതിനിടയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മൂവീസും കാര്യങ്ങളൊക്കെ ഇതിനായിട്ട് കൂടുതൽ സ്പ്രെഡ് ആവുന്നത്, ആരെയും ഒന്നും പിടിക്കാത്തത്. അപ്പൊ ഈ പറഞ്ഞ റീസണുകളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ടെലിഗ്രാം രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാണെന്ന് പറയാം. അപ്പൊ അത്രയേ ഉള്ളൂ. ലൈക്ക് ഫോളോ ഒക്കെ ചെയ്തേക്ക്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.